സംഗമഗ്രാമ മാധവൻ്റെ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് പുറത്തു വന്നത്? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ ഒരു അറിവ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇത് ശരിക്ക് ലോകത്തിന് അറിവ് കിട്ടുന്നത് ചാൾസ് വിഷ്ണു ശേഷം KV ശർമ്മയും ഇന്ത്യയിൽ അതും അദ്ദേഹത്തിൻ്റെ ഒരു KV സരസ്വതിയമ്മയുണ്ട്, രാജലക്ഷ്മിയുടെ സിസ്റ്റർ, ജ്യേഷ്ഠത്തെയാണ്. രാജലക്ഷ്മി അറിയാമല്ലോ, ഈ എഴുത്തുകാരിയാണ്, സൂയിസൈഡ് ചെയ്തത്. അവരുടെ ജ്യേഷ്ഠത്തെയാണ് KV സരസ്വതി. അവർ ബനാറസിൽ ഗണിതശാസ്ത്രത്തിലും ഫിസിക്സിലും ഡോക്ടറേറ്റ് എടുത്ത് അവർ ഈ പഴയ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അത് ആധുനിക ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ്. ഇങ്ങനെ ചുരുക്കം എണ്ണാൻ പാകത്തിനുള്ള ചുരുക്കം ആൾക്കാരുടെ പഠനങ്ങളിൽ നിന്ന് ആണ് നമുക്ക് ഈ വിവരങ്ങൾ കിട്ടിയത്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. എങ്കിലും ഒരു ഗവേഷണ തൽപരരായിട്ടുള്ള ഒരു പഠനശാഖ ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇവിടെ ഇരിങ്ങാലക്കുട സെൻറ് ജോസഫ് കോളേജിലെ ലിറ്ററി ടീച്ചർ ഗവേഷണം നടത്തി പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അവർ കുട്ടികൾക്ക് വേണ്ടി ഒരു കോഴ്സും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥി പാലായിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ടീച്ചറാണ്, സിന്ധു റാണി. അവർ പഴയ ശുൽഭസൂത്രങ്ങളും യൂക്ലിഡിൻ്റെ ജോമെട്രിയും തമ്മിലുള്ള താരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. ചുരുക്കം ചില ആൾക്കാർ ഇൻട്രസ്റ്റോട് മുമ്പോട്ട് വരുന്നുണ്ട്. ഭാവിയിൽ കൂടുതൽ ആൾക്കാർ മുമ്പോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, പുതിയ വിദ്യാഭ്യാസ പദ്ധതി ഈ ഗണിതശാസ്ത്ര പാരമ്പര്യം, ഭാരതത്തിൻ്റെ മാത്രം കേരളീയ ഗണിതശാസ്ത്ര പാരമ്പര്യം ഒരു ഐച്ഛിക വിഷയമായിട്ട് കൊടുക്കാൻ പറ്റും. 1-2 ക്രെഡിറ്റ് കോഴ്സ് വെച്ചിട്ട് അത് ഇഷ്ടമുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഈ വിഷയം കുട്ടികളിലേക്കും അധ്യാപകർക്കും പകർന്നു കൊടുക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇഷ്ടമുള്ളവർക്ക് എടുക്കാൻ പറ്റും, ഐച്ഛിക വിഷയമായിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഭാവിയിൽ ഇത് കൂടുതൽ മുന്നോട്ട് വരുമെന്നാണ് നമുക്ക് ആവശ്യം.